ആദ്യം ഫാദർ ഫിലിപ്പ് കവീൽ, മന്ത്രി ഇന്നും ചോദിക്കുന്നത് എന്റെ കുഴപ്പമാണോ എന്നാണ്. അതോടൊപ്പം തന്നെ ബിഷപ്പുമാരിൽ ചിലർ ആവശ്യപ്പെട്ടിരുന്നുവല്ലോ മന്ത്രിയുടെ രാജിയും അതുപോലെ തന്നെ സർക്കാർ രാജിവെക്കണം എന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു. അതിനെ പരിഹസിക്കുകയാണ് മന്ത്രി ഇന്ന് ചെയ്തത്. ആദ്യം മന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം, അതിനുശേഷം താങ്കളിലേക്ക് വരാം. ആദ്യം മന്ത്രി എ കെ ശശീന്ദ്രന്റെ ഇന്നത്തെ വാക്കുകൾ. ഒരു നിർദ്ദേശം പറയാം, ഏത് നിർദ്ദേശം പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കാം. ശാശ്വത പരിഹാരത്തിന് മറ്റേത് വേലി കെട്ടണം, പിന്നെ എന്താണ് കുറ്റിക്കാടുകൾ വെട്ടി നീക്കണം, കാട് റോഡിന്റെ ഇരുവശത്ത് ഇതുണ്ടാക്കണം, വൈദ്യുതി വിളക്കുകൾ സ്ഥാപിക്കണം, ലൈറ്റുകൾ സ്ഥാപിക്കണം. ഇത് ശാശ്വത പരിഹാരമാണ്. ഒരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു 1/2/28 29/2/28 ശേഷം ആ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയാൻ ആർക്കാ കഴിയാം? ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ സമൂഹം നിലനിൽക്കുന്നിടത്തോളം കാലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ലേ. അപ്പൊ ശാശ്വതമെന്ന് വാക്കില്ല, പരമാവധി പരിഹരിക്കുക എന്നുള്ളതാണ്. പരമാവധി പരിഹരിക്കുകയാണ്, ലഘൂകരിക്കുകയല്ല. പരമാവധി പരിഹരിക്കുക എന്നാണ് ഞാനത് നല്ല അർത്ഥത്തിൽ ഉദ്ദേശിച്ചതാണ്. മറ്റു ചില കാര്യങ്ങൾ കൂടി ഇന്ന് മന്ത്രി പറയുകയുണ്ടായി. അതുകൂടി കേട്ടതിന് ശേഷം താങ്കളിലേക്ക് വരാം ഫാദർ ഫിലിപ്പ് കവീൽ. മറ്റു ചില കാര്യങ്ങൾ കൂടി മന്ത്രിയുടെ. ബിഷപ്പുമാരോട് എനിക്ക് വളരെ ബഹുമാനമാണ്. അവര് ഏറ്റവും സൗമ്യമായ ഭാഷയിൽ സംസാരിക്കുന്നവരാണ്, ആശ്വസിപ്പിക്കുന്ന ആൾക്കാരാണ്, അതിനുവേണ്ടി പ്രത്യേകമായി പരിശീലനം ലഭിച്ച സിദ്ധിയുള്ള ആളുകളാണെന്നൊക്കെയാണ് ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളത്. ചില ഘട്ടങ്ങളിലൊക്കെ അത് അങ്ങനെയാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അങ്ങനെ തോന്നിക്കുന്നത് അവർക്കാണ് ദോഷം. അതായത് റെമിജിയോസ് ഇഞ്ചനാനിയെ പോലെയുള്ളവർ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന നിലപാടാണോ താങ്കൾക്കുള്ളത്? സൂക്ഷിച്ച് എന്ന വാക്ക് ഞാനും ഉപയോഗിക്കൂല. നല്ല വാക്കുകൾ പറയുന്നതല്ലേ നല്ലതെന്ന് ഞാൻ പറയും. ഫാദർ ഫിലിപ്പ് കവീൽ, മന്ത്രിയുടെ വാക്കുകളിലെ നല്ല അർത്ഥം കത്തോലിക്ക സഭ ബിഷപ്പുമാർക്ക് മനസ്സിലാകാത്തതാണോ കാരണം? ഇത് മാത്രമല്ല, അദ്ദേഹം മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കത്തോലിക്ക സഭയിലെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന അഭിമന്യ പിതാക്കന്മാരാണ് ഇന്ന് പ്രസ്താവന പുറപ്പെടുവിച്ചത്. കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക കോൺഗ്രസിന്റെ ബിഷപ്പ് ലെഗേറ്റ് ആയിരിക്കുന്ന അഭിമന്യമാർ റെമിജിയസ് ഇഞ്ചനാനി പിതാവ് വളരെ കൃത്യമായ ഭാഷയിൽ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് ഈ നാളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണിത്. അതായത് ഈ നാട്ടിലെ സാധാരണക്കാരായ മലയോര നിവാസികൾക്ക് ഗ്രാമങ്ങളിൽ വനത്തിനോട് ചേർന്നുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഈ വന്യജീവി ആക്രമണത്തിലൂടെ സംജാതമായിട്ട് കാലങ്ങളായി. അതിനെക്കുറിച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ പലതവണ ഗവൺമെന്റിന് മുന്നറിയിപ്പ് കൊടുത്തതാണ്. അതൊന്നും കത്തോലിക്ക കോൺഗ്രസിന് വേണ്ടി മാത്രമായിരുന്നില്ല. ഈ നാട്ടിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളുടെ ജീവനുകളാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിനെതിരെ അഭിമന്യ പിതാക്കന്മാർ പ്രതികരിക്കുമ്പോൾ അതിനെ പുച്ഛത്തോടെ കാണുന്നതൊന്നും ഈ നാടിന് ചേർന്നതല്ല. അഭിമന്യ പിതാവ് പറഞ്ഞത് ഒരു വ്യക്തിയെ അല്ല സൂചിപ്പിച്ചത്, ആ വ്യക്തി ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ച വിധത്തിൽ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്നാണ്. പക്ഷേ ഫാദർ ഫിലിപ്പ് കവീൽ, മന്ത്രി എപ്പോഴും ചോദിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ് എന്നാണ്. അദ്ദേഹം പറയുന്നത് കേന്ദ്ര വനം വന്യജീവി നിയമം അതവിടെ ഉണ്ടല്ലോ, അത് നിലനിൽക്കുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും, സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യും, ഞാൻ മന്ത്രി ആയതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് മന്ത്രി ഉന്നയിക്കുന്നത്. അതായത് ഒരു നിസ്സഹായനായ മന്ത്രിയെയാണ് നമ്മൾ കാണുന്നത്. കടുവ ഇറങ്ങിയ സമയത്ത് വെടിവെക്കാനുള്ള ഓർഡർ ഇടാൻ കഴിഞ്ഞിരുന്നു വനം വകുപ്പിന്, പക്ഷെ അതുപോലും മടിച്ചാണ് ചെയ്തത്. കേന്ദ്ര വനം വന്യജീവി നിയമത്തിൽ ചില വകുപ്പുകളുണ്ട്, അതനുസരിച്ച് വേണമെങ്കിൽ സർക്കാരിന് ഇടപെടാം. മനുഷ്യജീവന് ഭീഷണിയാണെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയും എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അത് എങ്ങനെ പ്രയോഗിക്കണമെന്ന് വനം മന്ത്രിക്കും അറിയില്ല. അദ്ദേഹം അതുകൊണ്ട് തന്നെ സങ്കോചത്തോടു കൂടിയാണ് ഇതിനെ സമീപിക്കുന്നതും. അപ്പോൾ നിസ്സഹായനായ ഒരു മന്ത്രിയുടെ വാക്കുകളല്ലേ ഇതെല്ലാം? അതല്ലാതെ അദ്ദേഹം പരിഹസിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതാണോ? നിസ്സഹായതയാണോ ഇവിടുത്തെ വിഷയം? കാരണം ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ, സാധാരണക്കാരായ പൗരന്മാരുടെ ജീവന് ഭീഷണി ഉണ്ടാവുമ്പോൾ എനിക്കതിന് എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ പ്രതിരോധിക്കണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിന് പരിഹാരമാണോ? അത് മാത്രമല്ല, ഒരു സർക്കാരിനെ എന്തിനാണ് ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്? ഈ സർക്കാർ, ജനാധിപത്യ സർക്കാരിനെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിലയേറിയ വോട്ടുകൾ കൊടുത്ത് തെരഞ്ഞെടുത്തത് നമ്മുടെ ജീവന് സ്വത്തിന് സുരക്ഷിതത്വം കിട്ടാൻ വേണ്ടി തന്നെയാണ്. ആ ഒരു
ഉത്തരവാദിത്തം കടമ അവർ നിർവഹിക്കുന്നില്ലെങ്കിൽ അത് നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് അഭ്യുന്ന പിതാക്കന്മാരും കത്തോലിക്ക കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരും വളരെ കൃത്യമായി തുറന്നു പറയുമ്പോൾ അത് വ്യക്തിയെ ഉദ്ദേശിച്ചല്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമാധാനം വേണം, സന്തോഷം വേണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിനുവേണ്ടിയാണ് പറയുന്നത്. അതിനെ വ്യക്തിപരമായി എടുക്കാതെ ആ പറയുന്നതിന്റെ കാര്യം മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തുകയാണ് ഒരു ജനാധിപത്യ സർക്കാരിന്റെ ഭൂഷണം. അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ കേന്ദ്രത്തെ കേരളം കുറ്റം പറയുകയും കേരളത്തെ കേന്ദ്രം കുറ്റം പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി കണ്ട് ഇവിടുത്തെ സാധാരണക്കാരും അടുത്തു കഴിഞ്ഞിരിക്കും. കാരണം അവർക്ക് സുരക്ഷിതത്വമില്ല. ഞങ്ങൾ ആരുടെയും പക്ഷത്തല്ല. ഞങ്ങൾ കേന്ദ്രത്തെ അന്യായമായി സപ്പോർട്ട് ചെയ്യുകയോ കേരളത്തെ അന്യായമായി വിമർശിക്കുകയോ ചെയ്യുന്നവരല്ല. കേന്ദ്രമായാലും കേരളമായാലും സത്വരമായ നടപടികൾ സ്വീകരിച്ച് പാവപ്പെട്ട മനുഷ്യന്റെ ജീവന് അങ്ങനെ ഒരു വിമർശനം കൂടിയുണ്ട് ഫാദർ ഫിലിപ്പ് കവീൽ. അതായത് സംസ്ഥാന സർക്കാരിനെയും വനം മന്ത്രിയെയും പ്രതിക്കൂട്ടിലാക്കുന്ന കത്തോലിക്ക സഭ ബിഷപ്പുമാരും കത്തോലിക്ക കോൺഗ്രസും ഒക്കെ ഈ കേന്ദ്രത്തിലേക്ക് പോയ MP-മാരുണ്ടല്ലോ, അവരിൽ സമ്മർദ്ദം ചെലുത്തുകയോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോയ കേന്ദ്രമന്ത്രിമാരിൽ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്യുന്നില്ലല്ലോ കേന്ദ്ര വനം വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്തുവാൻ അല്ലെങ്കിൽ ഇളവുകൾ നൽകുവാൻ എന്നുള്ള ഒരു ആക്ഷേപം കൂടിയുണ്ട്. വനം മന്ത്രിയെ ഒറ്റയ്ക്കിട്ട് ആക്രമിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ പറയുന്നു എന്നുള്ളതാണ്. ഇല്ല, ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ഒരിക്കലും ഒരു പക്ഷം പിടിച്ച് സംസാരിച്ചിട്ടില്ല. കത്തോലിക്ക കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാര് ബിഷപ്പുമാരടക്കം കേന്ദ്ര ഗവൺമെന്റിനും കേന്ദ്രമന്ത്രിമാർക്കും നിവേദനം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഒപ്പിട്ട് ഭീമ ഹർജി പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിമാർക്കും അയച്ചിട്ടുണ്ട്. അന്ന് നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, ഗ്ലോബൽ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ സാർ ഉൾപ്പെടെയുള്ള സമിതി വലിയ ഒപ്പുശേഖരണം നടത്തി പ്രധാനമന്ത്രിക്ക് വരെ അയച്ചിട്ടുണ്ട്. അതൊന്നും എന്തേ ഇവരൊന്നും കാണാത്തത്? ഞങ്ങൾ ആരെയും അന്യായമായി സപ്പോർട്ട് ചെയ്യുകയല്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, അതാണ് പ്രശ്നം. എത്രയോ ആളുകളാണ് ഇവിടെ മരിച്ചു വീഴുന്നത്, അതെന്തേ കാണാത്തത്? ഇവിടെ മന്ത്രിയുടെ പ്രശ്നമല്ല നമ്മളുടെ പ്രശ്നം, ജനങ്ങൾക്ക് ജീവിക്കണം എന്നുള്ളതാണ് പ്രശ്നം. നമ്മള് ഒരു ഗവൺമെന്റിനും എതിരല്ല. പക്ഷെ ഗവൺമെന്റുകൾ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റണ്ടേ? പിന്നെ ആരോടാണ് നമ്മൾ പരാതിപ്പെടുക? ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രിക്ക് അറിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. അതറിയണം. എങ്ങനെ ഈ കാട്ടുമൃഗങ്ങളെ കാട്ടിൽ നിർത്താമെന്നറിയണം. ഒരു മാർഗം പറഞ്ഞു തരാൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് പല മാർഗങ്ങൾ പറയാനുണ്ട്. ഇത് നമ്മുടെ തന്നെ ചാനൽ ചർച്ചകൾ നമ്മൾ പലതവണ അത് പറഞ്ഞതാണ്. അതായത് വനത്തിലെ മൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ, വനത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധം വന്യജീവികൾ വനത്തിൽ പെരുകുമ്പോൾ അതിനെ കള്ളിങ് വഴി അല്ലെങ്കിൽ അതിന്റെ വംശത്തെ നിയന്ത്രിക്കണം. അത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള അതിനുള്ള വഴികൾ ഇവർ തേടണം. അല്ലെങ്കിൽ വനത്തിൽ മൃഗങ്ങൾ അവിടെ നിൽക്കാൻ, അവിടെ ഭക്ഷണം അവർക്ക് കിട്ടാത്ത സാഹചര്യമുണ്ടെങ്കിൽ, വെള്ളം കിട്ടാത്ത സാഹചര്യമുണ്ടെങ്കിൽ അതിന് വേണ്ട സംവിധാനങ്ങൾ വനത്തിനുള്ളിൽ അവർ ക്രമീകരിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയല്ലേ ഈ വനപാലകരെ നമ്മൾ നിയമിക്കേണ്ടത്? ശരി, ശ്രീ PM സുരേഷ് ബാബു, പക്ഷേ വന്യജീവികൾ മനുഷ്യരെ